ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടെയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2 മുട്ട, കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതായത് ക്യാബേജ്, ക്യാപ്സിക്കം അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വിടർത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. ഇതുപോലെ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല പ്രസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഒരു 3-4 തവണ കഴുകി എടുക്കണം കേട്ടോ ആ ഉരുളക്കിഴങ്ങ്. എന്നാലുള്ളത് നല്ലപോലെ ഒന്ന് സ്റ്റാർച്ചൊക്കെ പോയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയാണ്. ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് എരിവിന് ഇതുപോലെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയൊക്കെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ മുട്ടയുടെ വെള്ളത്തിലും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ക്യാരറ്റ്, സവാള അതിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ആകെ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു നനവിൽ തന്നെ അത് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാൻ എടുക്കുക. അതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് ലെവലായി കിട്ടുന്നത് കേട്ടോ. സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ലെവലാക്കിയതിൻ്റെ ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൈ കൊണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിയിലയും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊരു 6 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കുക്കായി കിട്ടും. ആ ഒരു 6 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിൽ നമ്മൾ മുട്ടയും അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു മെനക്കേടും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കണ്ട അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു സ്നാക്സ് റെഡിയായി കിട്ടും. ഇപ്പോൾ കണ്ട 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. മുട്ടയും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.